അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്നും ഇന്നലെയും നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മെ ഏറെ വേദനിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്ത ഒരു വാർത്തയാണ്. കോഴിക്കോട് താമരശ്ശേരി എന്ന ഒരു ഗ്രാമത്തിൽ സുബൈദ എന്ന ക്യാൻസർ രോഗിയായ, ട്യൂമർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഒരു ഉമ്മാനെ സ്വന്തം മകൻ വെട്ടിക്കൊന്ന അതിദാരുണമായ ഒരു വാർത്തയാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാലം വരാനുണ്ട്, ഒരു സമാന് വരാനുണ്ട്. സയഅത്തി സമാനുൻ, ഒരു കാലഘട്ടം ഇവിടെ വരാനുണ്ട്. അതത്ര നല്ല കാലമല്ല, അത് ആഖിർ സമാനാണ്, ഖിയാമത്ത് കാലമാണ്. ആ സമയത്ത് അൻ തലിദൽ അമതു റബ്ബതഹ എന്നാണ് ആ ഹദീസ് തുടങ്ങുന്നത്. വലിയൊരു ഹദീസാണ്. അൻ തലിദൽ അമതു റബ്ബതഹ, അമത്ത് എന്ന് പറഞ്ഞാൽ അടിമപ്പെണ്ണ്, റബ്ബതഹ തൻ്റെ യജമാനനെ പ്രസവിക്കും. അതൊരിക്കലും സംഭവിക്കൂലല്ലോ. ഒരു അടിമപ്പെണ്ണ് യജമാനനെ പ്രസവിക്കുന്നത് ഒരിക്കലും നടക്കൂല. ഈ പറഞ്ഞ വാക്കിൻ്റെ, ഈ ഹദീസിൻ്റെ അർത്ഥം എന്താണ്? മഹാന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുന്ന, ആക്രമിക്കുന്ന മക്കളുണ്ടാകുന്ന, വളർന്നു വരുന്ന ഒരു കാലഘട്ടം, അതാണ് ഖിയാമത്ത് നാളിൻ്റെ കാലഘട്ടം. റസൂലുള്ളാഹി പറഞ്ഞത് അത്ര ശരിയാണ്. ഇങ്ങനെയുള്ള വാർത്തകൾ നാം ഇതാദ്യമായിട്ടല്ല കേൾക്കുന്നത്. ദിവസേന നാം പല മതങ്ങളിലും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കും. ഒരു ഉമ്മാനെ അല്ലെങ്കിൽ ഒരു ഉപ്പാനെ കൊല്ലാനുള്ള മനസ്സ് മക്കൾക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇജ്തനിബുൽ ഖംർ, നിങ്ങൾ മദ്യപാനം, കള്ള്, ലഹരി പദാർത്ഥങ്ങൾ, ലഹരി വസ്തുക്കൾ, അത് കുടിക്കുന്നതാകട്ടെ കഴിക്കുന്നതാകട്ടെ, കുല്ലു മുസ്കിരിൻ ഹറാം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. എല്ലാ ലഹരി ഉണ്ടാക്കുന്ന അത് സർവവും എല്ലാം ഹറാം തന്നെയാണ്. അത് നിങ്ങൾ ഒഴിവാക്കണം. റസൂലുള്ളാഹി കാരണം പറഞ്ഞത് ഫഇന്നഹ ഉമ്മുൽ ഖബായിസ്, അത് എല്ലാ തോന്നിവാസത്തിൻ്റെയും അത് ഹെഡാണ്. കള്ള് കുടിച്ചാൽ അല്ലെങ്കിൽ ലഹരി പദാർത്ഥം കഴിച്ചാൽ, അത് ഉപയോഗിച്ചാൽ ഏത് തോന്നിവാസം ചെയ്യാനും ഒരു മടി ഉണ്ടാകില്ല. സ്വന്തം മുമ്പിൽ ഉമ്മാനെ വ്യഭിചാരം ചെയ്ത് എത്ര മക്കളെ കഥ പറയാനുണ്ട്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച്, മദ്യം ഉപയോഗിച്ച് സ്വന്തം മുമ്പിലുള്ള മക്കളെ, പെൺമക്കളെ വ്യഭിചാരം ചെയ്ത എത്രയോ ഉപ്പമാരുടെ കഥകൾ പറയാനുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. റസൂലുള്ളാഹി പറഞ്ഞത് കറക്റ്റാണ്, അത്ര ശരിയാണ്. നിങ്ങൾ മദ്യപാനം ഒരിക്കലും അതിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്. നിങ്ങളെ അത് തോന്നിവാസിയാക്കും. മറ്റൊരു ഹദീസിൽ കാണാം, ഫഇന്നഹ മിഫ്താഹു കുല്ല ശർ, എല്ലാ ഷർറിൻ്റെയും, എല്ലാ തോന്നിവാസത്തിൻ്റെയും തുടക്കം, അതിൻ്റെ താക്കോല് അത് കള്ളാണ്, അല്ലെങ്കിൽ മദ്യപാനമാണ്, ലഹരി വസ്തുക്കളാണ്, ലഹരി പദാർത്ഥങ്ങളാണ്, മയക്കുമരുന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നമ്മുടെ മക്കളെ കാക്കട്ടെ.
എത്ര ഹദീസുകളിലാണ് ലഹരി വസ്തുക്കൾ, ലഹരി പദാർത്ഥങ്ങൾ, മദ്യപാനം കഴിച്ചാലുള്ള ദുന്യാവിലെ ശിക്ഷയും മരണസമയത്തുള്ള ശിക്ഷ, ഖബറിലെ ശിക്ഷകൾ, ആഖിറത്തിലെ ശിക്ഷകൾ എത്ര ഹദീസുകളിൽ കാണാം. മൻ ശരിബൽ ഖംർ, മദ്യപാനി, ലഹരി കഴിക്കുന്ന ആളുകൾ, ലം തഖ്ബലഹു സ്വലാത്ത് 40 യൗമ, 40 ദിവസക്കാലം അവൻ്റെ അമൽ, അവൻ്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. 40 ദിവസക്കാലം. കള്ളുകുടിയൻ്റെ, ലഹരി കഴിക്കുന്നവൻ്റെ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ്റെ അമൽ അല്ലാഹു സ്വീകരിക്കൂല. ഇന്ന ഷാരിബൽ ഖംർ യമൂതു അത്ശാന, മറ്റൊരു ഹദീസിൽ കാണാം. ലഹരി കഴിക്കുന്ന ആളുകൾ, ഉപയോഗിക്കുന്ന ആളുകൾ മരിക്കുന്ന സമയത്ത് യമൂതു അത്ശാന, ദാഹിച്ച് മരിക്കും, വെള്ളം കിട്ടാതെ മരിക്കും. ഖബറിലും വെള്ളം കിട്ടൂല, ആഖിറത്തിലും കിട്ടൂല, എവിടെയും കിട്ടൂല. കള്ളുകുടിയന്മാർക്ക്, മദ്യപാനികൾക്ക്, ലഹരി കഴിക്കുന്ന ആളുകൾക്ക്, അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നാളെ നരകത്തിൽ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന പാനീയം തീനത്തുൽ ഖബാൽ എന്ന പാനീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ തീനത്തുൽ ഖബാൽ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് വഹുവ ഇർഖു അഹ്ലുന്നാർ, നരകവാസികളുടെ വിയർപ്പും ചോരയും കാഷ്ടവും മൂത്രവും കൊണ്ട് ഉണ്ടാക്കിയ ഒരു തരം ജ്യൂസാണ്, വെള്ളമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന മിൻ അശ്റാത്തി സഅ, എത്ര ഹദീസുകളാണ്. ഖിയാമത്ത് നാളിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഇക്സാർ ഷുർബുൽ ഖംർ, കള്ളുകുടി അധികരിക്കുക എന്ന് വ്യാപകമായി നടക്കുന്ന ഒന്നാണ്. പണ്ടൊക്കെയും നമുക്ക് ഇങ്ങനെ ആരെങ്കിലും നാട്ടിൽ കള്ളുകുടിയന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ അത്ഭുതത്തോടു കൂടെ നമ്മൾ നോക്കി കണ്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഇന്നൊരു വ്യാപകമാണ്, സർവ്വവ്യാപകമായി നടക്കുന്ന, ഒരു മടിയുമില്ല, അള്ളാഹിൻ്റെ ഒരു പേടിയുമില്ല. വലാ അശ്റബുൽ ഖംർ, മറ്റൊരു ഹദീസിൽ കാണാം, കള്ളുകുടിയന്മാർ ഈ നശ്റബു ഹുവ മുഅ്മിൻ, അവൻ മുഅ്മിനായ നിലക്ക് കള്ളു കുടിക്കൂല. ഈമാനിൻ്റെ അംശം അവൻ്റെ ഖൽബിലുണ്ടെങ്കിൽ അവന് കള്ളു കുടിക്കൂല. കള്ളു കുടിക്കുന്ന സമയത്ത് അവനിക്ക് ഈമാൻ ഉണ്ടാകൂല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നന്നാകണം എന്ന് ഞാൻ എപ്പോഴും പറയുന്നു. അവർക്ക് വേണ്ടി നാം എന്ത് ചെയ്യുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, 3 ദുആ അത് ഒരിക്കലും അല്ലാഹു തട്ടൂല. അതിൽപ്പെട്ട ഒരു ദുആയാണ് ദഅവത്തുൽ വാലിദ് ലിവലദിഹി. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കും. അവർ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം, അവർ സ്വാലിഹീങ്ങളാകാൻ വേണ്ടി ദുആ ചെയ്യണം, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളാകാൻ വേണ്ടി ദുആ ചെയ്യണം, അവരുടെ പഠനത്തിൽ ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി മാതാപിതാക്കൾ 5 വക്ത് നിസ്കാരത്തിൽ ദുആ ചെയ്യണം. മക്കൾ ആലിമീങ്ങളാകണം, ഹാഫിദീങ്ങളാകണം, നിസ്കാരമുള്ള മക്കളാകണം, ദീനുള്ള മക്കളാകണം. മക്കളുടെ നന്മയിൽ മാതാപിതാക്കൾക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒരു ദുആ നമ്മെ പഠിപ്പിക്കുന്നു, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ ദുആ 5 വക്ത് നിസ്കാരത്തിൽ നാം ചെയ്യണം. എന്തൊരു നല്ലൊരു ദുആയാണ്. സൂറത്തുൽ ഫുർഖാൻ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ, ഞങ്ങളുടെ ഭാര്യമാർ, വദുരിയാതിനാ ഞങ്ങളുടെ മക്കൾ, ഖുർറത അയുൻ അത് കണ്ണിന് കുളിർമയേകുന്ന നിലക്കാക്കണം. ഭാര്യമാരിലും നല്ലത് കാണണം, നല്ലത് കേൾക്കണം, മക്കളിലും നല്ലത് കാണണം, നല്ലത് കേൾക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ നന്നാക്കട്ടെ. അപ്പോൾ ഈ ദുആ 5 വക്ത് നിസ്കാരത്തിൽ ദുആ ചെയ്യണം. മഹാന്മാരായ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, അമ്പിയാക്കൾ, അവരൊക്കെയും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ദുരിയത്തൻ ത്വയ്യിബ, നല്ല മക്കളെ നൽകണം, സന്താനങ്ങളെ നൽകണം. റബ്ബി ഹബിലി മിന സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണമെന്ന് എല്ലാ പ്രവാചകന്മാരും ദുആ ചെയ്തിട്ടുണ്ട്, മക്കൾക്ക് ദുആ ചെയ്തിട്ടുണ്ട്. മക്കൾ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. നാളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദുആ ചെയ്യുന്ന, ഞാൻ മരണപ്പെട്ടാൽ ദുആ ചെയ്യുന്ന മക്കളായിരിക്കണം. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ഇദാ മാത ഇബ്നു ആദമ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, 3 കാര്യമാണ് ഖബറിൽ ഉപകാരം കിട്ടുന്നത്, ഗുണം കിട്ടുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു,
മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കൾ, ആ മക്കളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തട്ടെ. മക്കളെ സ്വാലിഹീങ്ങളാകട്ടെ. രണ്ട് ലോകത്തും ഉപകാരം കിട്ടുന്ന മക്കളാകട്ടെ. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് അള്ളാഹു പരാജയം നൽകാതിരിക്കട്ടെ, ഫളിയത്താക്കാതിരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.